എക്സ്റേയിൽ പൊട്ടലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. സർജറിയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ തലയെ കൂടെ കിളിയൊക്കെ അങ്ങ് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നി. ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഒരു വീഡിയോ ചെയ്യണമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഷോർട്സിലൊക്കെ ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കാലൊന്ന് പണി കിട്ടിയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറേ അധികം ആൾക്കാർ, എനിക്ക് ആരെന്ന് പോലും അറിഞ്ഞാത്ത ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വന്നിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ഒരുപാട് മെസ്സേജസ് എൻ്റെ ഫോളോവേഴ്സിൻ്റെ ഒന്നും ആയിരുന്നാലും, എനിക്ക് അറിയാവുന്ന ആൾക്കാരിൽ നിന്നായിരുന്നാലും അറിഞ്ഞൂടാത്ത ആൾക്കാരിൽ നിന്നായിരുന്നാലും എനിക്ക് കുറേ അധികം മെസ്സേജസ് ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുണ്ട്. അന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരോടും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് പറയണം എന്ന് എനിക്ക് അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷേ എനിക്കിതൊരു ശീലമില്ല. എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ട് എനിക്ക് ശീലമില്ല. സാധാരണ വീഡിയോസ് എടുത്തിട്ട് അത് വോയിസ് ഓവർ ചെയ്യുന്നത് മാത്രമാണ് കേട്ടോ എൻ്റെ ശീലം. അപ്പം എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കുക. അങ്ങനെയൊക്കെയല്ലേ നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ 9-ാം തീയതി വൈകുന്നേരം ഒരു 8 മണി 8:30 ആവുന്ന ടൈമിൽ എനിക്ക് കാലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കാലിങ്ങനെ നമ്മൾ മുട്ട് മടങ്ങി വീഴത്തില്ലേ, അങ്ങനെ വീണിട്ടുണ്ടായിരുന്നു. വീണ ടൈമിൽ ഇങ്ങനെ എണീച്ച് നടക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നടക്കുമ്പം ഇങ്ങനെ വേറൊരു ഡിറക്ഷനിലോട്ട് പോകുന്ന പോലെയൊക്കെ എനിക്കിങ്ങനെ ഒരു പെയിനോ, അങ്ങനെ എടുത്തു പറയാനായിട്ട് വലിയ പെയിനൊന്നുമില്ല. നമ്മൾ വീണ് കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ചെറിയൊരു പെയിനും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മുട്ടിൻ്റെ ഒരു സൈഡിലോട്ട് എന്തോ കാര്യമായിട്ട് പണി കിട്ടിയെന്ന് എനിക്ക് ആ ഒരു ടൈമിൽ തോന്നിയിട്ടുണ്ടായിരുന്നേ. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി ഇത് കയ്യിൽ നിൽക്കത്തില്ല. കുറച്ച് ഇറക്കി മുറുക്കിയൊക്കെ കെട്ടിയൊക്കെ വെച്ച് നോക്കി, പക്ഷെ കയ്യിൽ നിൽക്കത്തില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അവിടെയൊക്കെ ഓർത്തോ ഡോക്ടർ ഉണ്ടോ എന്ന് വിളിച്ച് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം സംഭവം ഞങ്ങളുടെ ഏരിയയിൽ, ഞാൻ മംഗലാപുരത്താണ് താമസിക്കുന്നത്, അപ്പം അതിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലുകളൊന്നും രാത്രി സമയത്ത് ഓർത്തോ ഡോക്ടർ ഇല്ല. അപ്പം പിന്നെ നമുക്ക് ട്രിവാൻഡ്രത്തുള്ള ഓർത്തോയ്ക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഹോസ്പിറ്റല് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചേ. പേരൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനും അനിയനും കൂടെ ഒരു 9:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇത്രയും ലേറ്റ് ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് മോനെ നോക്കണം. മോനെയും കൂടെ കൊണ്ടുപോകാൻ ഈ ഒരു സാഹചര്യത്തിൽ പറ്റത്തില്ലായിരുന്നു കേട്ടോ. അപ്പം പിന്നെ അനിയൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിരിക്കുമായിരുന്നു. അവൻ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നെ കൊണ്ടുപോകുമായിരുന്നേ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തിയപ്പോഴത്തേക്കും സർവീസും കാര്യങ്ങളും ഒക്കെ നല്ലതായിരുന്നു കേട്ടോ. കാരണം ചെന്ന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ലായിരുന്നു. ചെന്നു, പെട്ടെന്ന് വീൽ ചെയർ വന്നു, അതിലേക്ക് ഞാൻ ഇരുന്നു. എനിക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. 2 വീലറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം പോകുന്ന സമയത്ത് അത്രയും സീരിയസ് ആണെന്നൊന്നും എനിക്കില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തോ പൊട്ടിയിട്ടുണ്ടെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ പോണ വഴിക്ക് എനിക്ക് മനസ്സിലായി കാര്യമായിട്ട് പണി കിട്ടിയിട്ടുണ്ടെന്ന്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ആളുകൾ പിടിച്ചിറക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വീൽ ചെയറിലേക്ക് ഇരുത്തി. ആ ടൈമിലുള്ള വിഷ്വൽസും കാര്യങ്ങളും ഒന്നും എടുക്കാൻ ആ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നോൺ സ്റ്റോപ്പായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെയിനാണെങ്കിൽ സഹിക്കാൻ വയ്യ, അനിയനാണെങ്കിൽ ഫുൾ ടെൻഷൻ. അങ്ങനത്തേക്കുള്ള സാഹചര്യം കൊണ്ട് അവിടുത്തെ വിഷ്വൽസും കാര്യങ്ങളും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. ചെന്നപ്പോഴത്തേക്ക് അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു. ഡോക്ടർ പെട്ടെന്ന് തന്നെ എക്സ്റേ ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നേ. എക്സ്റേ ചെയ്ത് നോക്കാം, എന്തെങ്കിലും പൊട്ടലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും എന്നാൽ. വലിയ നീരും കാര്യങ്ങളും ഒന്നും പുറമേ ഡോക്ടർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇല്ല എന്ന് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല. പെട്ടെന്ന് തന്നെ എക്സ്റേക്കും ടോക്കണും കാര്യങ്ങളും ഒക്കെ എടുത്തു. എക്സ്റേക്ക് പേയ്മെൻറ്റ് ചെയ്തു. നേരെ അവിടെ കൊണ്ടുവന്ന് വീൽ ചെയറിൽ അവിടുത്തെ ആൾക്കാർ എന്നെ കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടി നേഴ്സ് വന്ന് അകത്തേക്ക് കൊണ്ടുപോയി എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എക്സ്റേയിൽ പൊട്ടലും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. ഒരു കുഴപ്പമില്ല, വലിയ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല. എന്നിട്ട് സമയം കഴിയുന്തോറും എനിക്ക് വേദന സഹിക്കുക വയ്യാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ കില്ലർ എന്തെങ്കിലും തന്നേ പറ്റുള്ളൂ. കാരണം എനിക്ക് പറ്റത്തില്ല, എനിക്കിങ്ങനെ ഉള്ള ഒരു വേദന സഹിക്കാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ, പ്രസവ വേദനയെക്കാളും വലിയ വേദന. ആ ഒരു സമയത്ത് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയത്തില്ല. കാല് തറയിൽ ഊന്നാൻ പറ്റത്തില്ല. അങ്ങനത്തേക്കുള്ള സിറ്റുവേഷൻ ആയപ്പോഴത്തേക്കും അവർ ഒരു പാരസെറ്റമോളിൻ്റെ ഒരു ഡ്രിപ്പ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഫിനിഷ് ചെയ്ത ടൈമിൽ എനിക്ക് ജസ്റ്റ് വേദനയൊക്കെ അങ്ങ് കൂൾ ഡൗൺ ആയി. അപ്പോഴത്തേക്കും ഡോക്ടർ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ട് പറഞ്ഞു, ഒരു കാലിൽ പ്ലാസ്റ്റർ ഇടുന്ന പോലെ വേറൊരു കവറിങ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ.
പക്ഷേ അതിൻ്റെ റേറ്റ് ഞാൻ അവിടെ വന്നപ്പോഴത്തേക്കും 1500 രൂപയോളം ആവും. കാരണം ഇവർ പറയുന്നുണ്ട് വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ ഇത് ഇടണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കൺഫ്യൂസ്ഡ് ആയി കേട്ടോ, ഇടണോ വേണ്ടേ എന്നൊക്കെ ആയി കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ പറഞ്ഞു ഞങ്ങളെന്നാൽ പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഇട്ടോളാം, ഇപ്പോൾ തൽക്കാലം വേദന കുറച്ച് കുറവുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. കാരണം ഓർത്തോ ഡോക്ടർ വന്ന് നോക്കിയില്ല, കാഷ്വാലിറ്റിയിലെ ഡ്യൂട്ടി ഡോക്ടറാണ് കേട്ടോ നോക്കിയത്. പുള്ളിക്കാരൻ ഓർത്തോ ഡോക്ടറെ കാണിക്കാം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്കത് ഒരു 100% ട്രസ്റ്റ് എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അനിയനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർ മെഡിസിൻസും കാര്യങ്ങളൊക്കെ എഴുതിയപ്പോഴത്തേക്കും ആദ്യം അവർ ഞങ്ങളെ കൊണ്ട് എക്കോസ്പ്രിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ എൻ്റെ സിസ്റ്ററിനിലോ ഒക്കെ പ്രഗ്നൻസി പീരീഡ് എക്കോസ്പ്രിൻ ബ്ലഡ് ക്ലോട്ട് ആവുന്ന ടൈമിൽ ബ്ലഡ് ഫ്ലോയ്ക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തിരുന്നതെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് പെട്ടെന്ന് ഞാൻ അന്തം വിട്ടുപോയി കേട്ടോ, എന്തിനാണ് ഈ എക്കോസ്പ്രിൻ തരുന്നേ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പിന്നെ ഒരു ഫുൾ കൺഫ്യൂഷനായി കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ പണ്ട് മുതലേ എന്തെങ്കിലും ഇങ്ങനെ കാലിനൊക്കെ പണിയൊക്കെ കിട്ടുമ്പോഴോ കൈക്കൊക്കെ പണിയൊക്കെ കിട്ടുമ്പോൾ പൊട്ടലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ കംപ്ലീറ്റും ചിറയങ്കിലുള്ള ഗോപിചന്ദ്രൻ ഡോക്ടറാണ് കേട്ടോ കാണിക്കുന്നത്. പുള്ളിക്കാരൻ വീട്ടിലാണ് ഇരിക്കുന്നത്. വീട്ടിൽ കൊണ്ടാണ് ഞങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഏജ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്, വെൽ എക്സ്പീരിയൻസ്ഡ് ആണ് കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ അവിടെ വെച്ച് തന്നെ അനിയൻ പറഞ്ഞു വേദന ഇപ്പോൾ കുറവുണ്ടല്ലോ, പിറ്റേ ദിവസം നമുക്ക് ഗോപിചന്ദ്രൻ ഡോക്ടറെ കൊണ്ടുവന്ന് കാണിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ വേറെ ചാൻസും കാര്യങ്ങളും ഒന്നും എടുക്കാതെ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യും, ഇപ്പോൾ വേദന തൽക്കാലം കുറവുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോൾ അവിടെ നിന്ന് അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് അവരൊരു ബാൻഡേജ് കാലിൽ ചുറ്റി തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൈയൊക്കെ ഫ്രാക്ചർ ആവുന്ന ടൈമിൽ ചുറ്റുന്ന ബാൻഡേജ് ഉണ്ടല്ലോ, അതുപോലുള്ളൊരു ബാൻഡേജ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്നു, മെഡിസിൻസ് കഴിച്ചു, കുറച്ച് നേരം ഉറങ്ങി. രാത്രി ഒരു 2-3 മണിയായപ്പോഴത്തേക്കും നല്ല പെയിൻ, സഹിക്കാൻ വയ്യാത്ത പെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിലുള്ളൊരു പെയിൻ കില്ലറിൻ്റെ ടാബ്ലറ്റ് എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ആയപ്പോഴത്തേക്കും ഓക്കെ ആയി. പക്ഷേ പിറ്റേന്നായപ്പോഴും കാലൂന്നി നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യുമെന്നൊരു പിടുത്തവുമില്ല. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് തന്നെ അമ്മ മോനെ നഴ്സറിയിലൊക്കെ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ ഗോപിചന്ദ്രൻ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോയിൻമെൻ്റ് എടുക്കാൻ ഞങ്ങൾക്ക് നമ്പർ അവിടെ കോൺടാക്ട് നമ്പറിലൊന്നും വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്പർ മാറിയിട്ടുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഡോക്ടറിനെ അവിടെ ചെന്നിട്ട് അവിടെ ഇരുന്ന് വിളിച്ചപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു 2 മണി വരെ അപ്പോയിൻമെൻ്റ് ഉള്ളൂ, കാരണം അത് കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻ്റ് എടുക്കാറില്ല, പിന്നെ വരുന്ന രീതിക്ക് കാണിക്കാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഫ്രണ്ടിലോട്ട് നടന്ന് ചെന്ന് ഇരിക്കുന്ന കണ്ടപ്പോൾ ഡോക്ടർ അടുത്ത ആൾ കയറുന്ന സമയമായപ്പോഴത്തേക്ക് ഡോക്ടറിനെ കാണാം, ജനൽ വഴി കാണാം കേട്ടോ, ഫ്രണ്ടിലോട്ട് നടന്നു വരുന്നത്. അത് കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ പരിക്ക് പറ്റിയ ആളുണ്ടെങ്കിൽ അത് കയറ്റാൻ പറഞ്ഞു, അയാളെ കയറ്റാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം എന്തോ ഭയങ്കര ആശ്വാസമായി കേട്ടോ. അങ്ങനെ ഡോക്ടറിൻ്റെ ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ ഡോക്ടർ ചെയ്തു. ഡോക്ടറുടെ അടുത്ത് ഞാൻ കംപ്ലീറ്റ് ഇഷ്യൂ പറഞ്ഞു, ആ ഹോസ്പിറ്റലിൽ നേരത്തെ എക്സ്റേ കാണിച്ചു, അവിടെ നിന്ന് തന്ന മരുന്നും ഡീറ്റെയിൽസും ഒക്കെ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഡോക്ടർ അപ്പം ഇങ്ങനെ പറഞ്ഞു ലിഗമെൻറ്റിന് ഇഞ്ചുറി ആയിട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു, ACL ആണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ, grade 2 ആണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും കടുകട്ടിയായ വാക്കുകളൊക്കെ കേട്ടപ്പോൾ ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. എന്ത് ചെയ്യണമെന്നൊന്നും എനിക്കറിയത്തില്ല, ഇത് എത്ര വലിയ സംഭവമാണെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു നമ്മൾ പ്രോപ്പർ റെസ്റ്റ് എടുത്തില്ല എങ്കിൽ ഇത് പണിയാവും, സർജറിയൊക്കെ ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു കേട്ടോ. എൻ്റെ തലയെ കൂടെ കിളിയൊക്കെ അങ്ങ് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നി. കാരണം സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ, അതിൽ നിന്ന് റിക്കവർ ചെയ്യാൻ എത്ര നാൾ വേണ്ടി വരും എന്നൊക്കെ ഞാനിരുന്നങ്ങ് ആലോചിച്ചു കേട്ടോ. ആ ഒരു സമയത്ത് അനുഭവിച്ച ടെൻഷന് കണക്കും കയ്യും ഇല്ല. കാരണം ഇനിയിപ്പം നടക്കാൻ എനിക്ക് അത്രയ്ക്ക് വയ്യ, കുറേ നേരം അവിടെ ഇരിക്കുകയും കൂടെ ചെയ്തപ്പോഴത്തേക്കേ പറ്റുന്നുണ്ടായിരുന്നില്ല നടക്കാനൊക്കെ. അങ്ങനെ പിന്നെ ഡോക്ടർ കാലൊക്കെ പിടിച്ച് അനാലിസിസ് ചെയ്തു നോക്കി കേട്ടോ. MRI സ്കാനിങ്ങും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുന്നേ പോയ ഹോസ്പിറ്റലിൽ അവർ MRI സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, 7,000 സംതിങ്ങിനകത്ത് വരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ അപ്പോഴത്തേക്കും ബ്ലിങ്ക് ആയിപ്പോയി കേട്ടോ. അത്രയും പൈസ കൊടുക്കുന്നതിലല്ല, കാരണം ഇത് കൊടുത്തിട്ട് ഓർത്താവുമെന്ന് എനിക്ക് അപ്പം അവിടെ വെച്ച് തോന്നിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഡോക്ടർ ചെക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടർ ഒരു കംപ്രസ് ചെയ്ത് കെട്ടാനുള്ള ഒരു സാധനം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് 1200 ആ ഒരു റേഞ്ചിനൊക്കെ ആവുന്നുള്ളൂ.
പിന്നെ ഡോക്ടർ മെഡിസിൻസും കാര്യങ്ങളും ഒക്കെ എഴുതി തന്നിട്ടുണ്ട്. ഒരുപാട് ടാബ്ലറ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു ഗ്യാസിൻ്റെ ഒരു ടാബ്ലറ്റും പിന്നെ വേറെ 2 ടാബ്ലറ്റും. അങ്ങനെ ആ ലിഗമെൻറ്റ് ഫ്രാക്ചറിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന 2 ടാബ്ലറ്റും കൂടാണ് കേട്ടോ തന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രോപ്പറായിട്ട് ബെഡ് റെസ്റ്റ് എടുക്കണം. ഡോക്ടർ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ എക്സസൈസും കാര്യങ്ങളും ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് റെഡി ആവുകയാണെങ്കിൽ ഈ ഒരു 10 ദിവസത്തെ ടാബ്ലറ്റ് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. 10 ദിവസം കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഇനിയിപ്പം ഞാൻ ചെക്കപ്പിനും കാര്യങ്ങളും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇപ്പം എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് തോന്നുന്നതെങ്കിൽ, കാരണം ഇങ്ങനെ സിറ്റുവേഷൻസ് മിക്കവരുടെ ലൈഫിലും വരാം. നമ്മളൊന്ന് പൊട്ടലോ കാര്യങ്ങളോ വേദനയോ ഒക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഓടും. പക്ഷെ നമ്മൾ ആ സമയത്തും ചിന്തിക്കണം കേട്ടോ. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന 1 രൂപ എങ്കിൽ ആ 1 രൂപയ്ക്കും വാല്യൂ ഉണ്ട്. അത് പറ്റിക്കപ്പെടുമെന്ന് പറയൂലേ, അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തില്ല കേട്ടോ. ഞാനിപ്പം യൂട്യൂബിൽ വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് 2 വർഷത്തിൽ കൂടുതലായി എങ്കിലും ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് 6 മാസമല്ല 3 മാസമൊക്കെ ആവുന്നുള്ളൂ കേട്ടോ. 3 മാസമേ ആവുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യും, ഡ്രോപ്പ് ചെയ്യും, എന്തെങ്കിലും ഇഷ്യൂസ് വരും, എനിക്ക് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയാണ് എപ്പോഴും ഞാൻ പറ്റാറ്. പക്ഷേ ഇപ്പം ഞാനൊരു 3 മാസമെങ്കിലും ആവുന്നു കേട്ടോ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം എനിക്ക് ഒരുപാട് ആൾക്കാർ, സത്യം പറഞ്ഞാൽ ഞാൻ ആരെന്ന് പോലും അറിഞ്ഞിടാത്ത കുറേ ആൾക്കാർ വന്നിട്ട് എനിക്കിങ്ങനെ മെസ്സേജസ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻസിൽ മനസ്സിൽ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ബ്ലഡ് റിലേഷനാണ്, റിലേറ്റീവ്സാണ് എന്നൊക്കെ പറയുന്നവരെക്കാളും കൂടുതൽ നമുക്ക് ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോഴും ചോദിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുമല്ലോ ഇവർ വെറും വാക്ക് പറഞ്ഞങ്ങ് തീർക്കുന്നതാണോ, പക്ഷെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ എല്ലാ കാര്യവും ചോദിക്കുന്നതാണോ എന്ന്. കുറേ പേർക്ക് ഞാൻ റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ചുമ്മാ ഇവിടെ കിടക്കുവാണെങ്കിൽ ഞാൻ കൂടുതൽ ഫോണൊന്നും അങ്ങനെ സ്ട്രെയിൻ ചെയ്തിരിക്കാറില്ല. എപ്പോഴും നല്ല റെസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സൊക്കെ വായിക്കുക അങ്ങനെയുള്ളതൊക്കെയാണ് കേട്ടോ. ഫോൺ നോക്കൂല അങ്ങനെയല്ല പറയുന്നത്, നോക്കും, പക്ഷെ അങ്ങനെ അതേന്നും പറഞ്ഞെങ്കിൽ ഇരിക്കാറില്ല. അപ്പം എനിക്കങ്ങനെ തോന്നി ഇങ്ങനൊരു വീഡിയോ ആയിട്ട് പറയുമ്പോഴത്തേക്കും എന്താ സംഭവിച്ചതെന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവരുടെ അടുത്തും ഒറ്റ വീഡിയോ ആയിട്ട് അങ്ങ് പറയാമെന്ന് തോന്നിയിട്ടാണ്. ഞാൻ ഭയങ്കര ഫേമസ് ആയി അങ്ങനെയൊന്നും അല്ല കേട്ടോ മീൻ ചെയ്തത്. ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ എല്ലാവരും അറിയണമെന്ന് എനിക്ക് തോന്നി. ആർക്കെന്ത് പ്രശ്നം ഉണ്ടായാലും നിങ്ങൾ ഈ ഹോസ്പിറ്റൽ വൈസ് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ഒറ്റൊരു ഹോസ്പിറ്റലിൽ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എപ്പോഴും വെക്കണം. അതാണ് കേട്ടോ എനിക്ക് നിങ്ങളോട് പറയാനുണ്ടായിരിക്കുന്നത്. അപ്പം ഞാനെന്തായിരുന്നാലും ബെഡിൽ നിന്നൊക്കെ എണീച്ച്, പക്ഷേ ചുമ്മാ പറയുന്നതല്ല, ഞാൻ ആ ഡോക്ടറെ കണ്ടുകൊണ്ട് മാത്രമാണ് ഞാനിപ്പം എണീച്ചൊത്തിരി ഒരു സപ്പോർട്ടോട് കൂടിയെങ്കിലും നടക്കാൻ തുടങ്ങിയെന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട്. കാരണം എനിക്ക് ഡോക്ടർ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു. ഞാൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്കിപ്പം ഒന്ന് കിടന്നു പോകുമ്പോഴത്തേക്കും നമുക്കുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യണം. ഞാനിപ്പം ഇവിടെ ആയതുകൊണ്ടും എന്ന് വെച്ചാൽ ഞാൻ അമ്മ കെയർ ചെയ്യുന്നു, അമ്മയൊക്കെ ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകത്തില്ലേ, എല്ലാത്തിനും ഇങ്ങനെ ഒരാളിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. സത്യം പറഞ്ഞാൽ അത് കഷ്ടമാണ് കേട്ടോ. എത്രയും പെട്ടെന്ന് ഞാൻ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസത്തിൽ കൂടുതലും പെട്ടെന്ന് ഞാൻ എണീക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരുപാട് പേര് അന്വേഷിച്ചതിലും ഒരുപാട് പേര് പ്രാർത്ഥിച്ചതിലും നന്ദിയുണ്ട് കേട്ടോ. കാരണം എന്നെപ്പോലുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുന്ന വലിയ കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. കാരണം ഓരോ പ്രാർത്ഥനകൾക്കും ബലമുണ്ടല്ലോ. പിന്നെ ഒരുപാട് ഫ്രണ്ട്സൊക്കെ തിരക്കിയിട്ടുണ്ടായിരുന്നേ. അറിഞ്ഞാത്തവർ മാത്രമല്ല കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പൊതുവേ ഞാൻ അങ്ങനെ ജസ്റ്റ് റീൽസ് പോസ്റ്റ് ചെയ്യും, അല്ല പോസ്റ്റ് ഇടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആരുമായിട്ടൊന്നും അധികം ചാറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. എനിക്കിപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് നമ്മൾ ചാറ്റൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞൊക്കെ വന്നതിന് ശേഷം ഞാൻ മെസ്സേജിങ് ഒക്കെ പൊതുവേ കുറവാണ്. ഞാൻ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പുറമേ നിന്നുള്ള ആൾക്കാരുമായിട്ട് ചാറ്റും മെസ്സേജും ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടി ഞാൻ നല്ല രീതിക്ക് എനിക്ക് കണക്ഷൻ കുറവാണ് കേട്ടോ. പക്ഷേ ഒരു ആപത്ത് വന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും തിരക്കി. ചുമ്മാ ഒരു സ്റ്റോറി ഇട്ടതാണ് കേട്ടോ, ബോറടിച്ചിരുന്നപ്പോഴത്തേക്കും. അപ്പം അതിനൊക്കെ എല്ലാവരും തിരക്കിയപ്പോഴത്തേക്കും ഒരുപാട് നന്ദിയുണ്ടേ. അപ്പം ഇവിടെ നിന്ന് എണീക്കട്ടെ കേട്ടോ. ഡെയിലി ഇപ്പോൾ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എണീറ്റാൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് പിന്നെ വീഡിയോ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് പെട്ടെന്ന് തന്നെ കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്. ഒരേ കണക്ക് ഇങ്ങനെ ഇരിക്കുമല്ലേ, ഇവിടെ അടുത്ത് കിട്ടുന്ന സംഭവങ്ങളിലുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഒക്കെ ചെയ്തിടാം കേട്ടോ. ഒരാളെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. അപ്പം ബൈ.